യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവും പ്രവചന പഠനമെന്ന 145 ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ആശ്രിതവത്സലനേശു മഹേശനെ ശാശ്വതമേ തിരുനാമം, ശാശ്വതമേ തിരുനാമം. ആശ്രിതവത്സലനേശു മഹേശനെ ശാശ്വതമേ തിരുനാമം, ശാശ്വതമേ തിരുനാമം. ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്നും വിടുന്നതിന് വേണ്ടി ദൈവം 10 ബാധകളെ ദേശത്ത് ചൊരിഞ്ഞു. 10 എന്നുള്ളത് സമ്പൂർണ്ണ അവസ്ഥയുടെ സൂചിപ്പിക്കുന്നു. 10 കൽപ്പനകൾ ദൈവത്തിൻ്റെ ധാർമ്മിക പൂർണ്ണതയുടെ ചിഹ്നമായിരിക്കുന്നു. 10 ദൈവത്തെയും ദൈവജനത്തെയും നിന്ദിച്ചവരുടെ മേൽ ചൊരിയുന്ന ന്യായവിധിയുടെ പൂർണ്ണതയാണ് 10 ബാധകൾ. ഈ ബാധകൾ പറയുന്നത് അവരുടെ അന്നത്തെ ദേവീ ദേവന്മാരായിരുന്നു. ഇന്നേക്ക് 3500 വർഷങ്ങൾക്ക് മുമ്പേ മിസ്രൈമ്യർ ആരാധിച്ച ദൈവങ്ങളാണ് ഈ ബാധകൾ ആയിട്ട് അവരുടെ ജീവിതത്തെ തകർക്കുവാൻ ദൈവം ഉപയോഗിച്ചത്. അവരുടെ ദൈവത്തെ കൊണ്ട് തന്നെ അവരെ ന്യായം വിധിച്ചു. നമുക്ക് ഓരോന്നായിട്ട് ചിന്തിക്കാം. 1, അവിടെ പറയുന്നത് വെള്ളം രക്തമായി മാറി. നദിയിലെയും എല്ലായിടത്തെയും നീല നദി അവരുടെ ദേവിയായിരുന്നു, അല്ലെങ്കിൽ നൈൽ നദി അവരുടെ ദേവിയായിരുന്നു. ദേവിയെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടി ഇസ്രായേലിലെ ആൺകുഞ്ഞുങ്ങളെ വലിച്ചെറിയുക എന്നുള്ള സമ്പ്രദായം അവരുടെ ഇടയിലേക്ക് കടന്നു വന്നു. ദേവിയെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടി ഇസ്രായേൽ മക്കളുടെ കുഞ്ഞുങ്ങളെയാണോ കൊടുക്കേണ്ടത്? അവരെ ഇതിനിട്ടിരിക്കുന്ന പേര് ഹാപ്പിക് എന്നാണ്. അവരുടെ ദേവിയുടെ പേര് ഹാപ്പിക് എന്നാണ്. ഒന്നാമതായിട്ട് അവർ സേവിക്കുന്ന ഹാപ്പിക് ദൈവത്തെ കൊണ്ട് അവരെ ശിക്ഷിക്കാൻ തീരുമാനിച്ചു. നമ്മൾ വളരെയധികം ഈ വിഷയങ്ങൾ ചിന്തിക്കുന്നതാണ്. നീ സേവിക്കുന്ന ആരെയാണെന്ന് മനസ്സിലാക്കാനുള്ള അവസരം കൂടെ നമുക്ക് ഉണ്ടായിരിക്കണം. എന്നിട്ടും ഫറവോൻ തൻ്റെ ജനത്തെ, ഇസ്രായേൽ മക്കളെ വിട്ടയപ്പാൻ അവൻ സമ്മതിച്ചില്ല. അവന് ഹൃദയം കഠിനപ്പെട്ടു. അവനൊന്നും മനസ്സിലാക്കിയാൽ മതിയായിരുന്നല്ലോ. ഞങ്ങളുടെ രാജ്യത്ത് പാർക്കുന്ന യഹൂദൻ്റെ അവിടുത്തെ കിണറ്റിലോ അവരുടെ തോട്ടിലോ വെള്ളം ശുദ്ധമായ വെള്ളമായിരിക്കുന്നു. അവർക്ക് ചിന്തിക്കാൻ പറ്റിയ അവസരമാണ്. ഇതിൻ്റെ പുറകിൽ ഒരു സത്യ ദൈവം ഉണ്ടെന്ന് മനസ്സിലാക്കുവാൻ ഫറവോന് ചിന്തിക്കാമായിരുന്നു. എന്നിട്ടും ഇസ്രായേൽ ജനത്തെ വിട്ടയക്കുന്നതിൻ്റെ അവൻ്റെ ഹൃദയം കഠിനപ്പെട്ടു. രണ്ടാമത്തെ ബാധ എന്ന് പറയുന്നത് തവളയുടെ ബാധ. അത് പുറപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ 15-ാമത്തെ വാക്യം വരെയും നാം വായിക്കുമ്പോൾ തവള അവരുടെ ഒരു ദൈവമായിരുന്നു. ഹക്കത്ത് എന്നാണ് ദൈവത്തിൻ്റെ പേര്. ഇത് എൻ്റെ കൈവശം ചരിത്ര രേഖകളും പല പുസ്തകങ്ങളിലും നിന്നും എനിക്ക് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് പറയുന്നത്. പല പുസ്തകങ്ങളിൽ ഇതിന് ചരിത്രമുണ്ട്. ആ ചരിത്രം ഞാൻ വായിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത്.
നദിയിൽ തവള, അരമനയിൽ തവള, റോഡിൽ തവള, എവിടെ നോക്കിയാലും തവളകളെ. മാവ് കുഴയ്ക്കുന്ന ആ തൊട്ടിക്കകത്തെ, അപ്പം ചുടുന്നതായ അടുപ്പിനകത്തെ, അവരുടെ കിടക്കയിലെ, അവരുടെ ദേഹത്തെ എന്ന് വേണ്ട ഈ രണ്ടാമത്തെ ദൈവത്തെ കൊണ്ട് അവരെ ന്യായം വിധിക്കാൻ ദൈവം തീരുമാനിച്ചു. എങ്കിലും ഇതെല്ലാം അനുഭവിച്ചിട്ടും ഫറവോൻ പറയുന്ന ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം അത് മാറിയെങ്കിലും ഫറവോന്റെ ഹൃദയം പിന്നെയും പിന്നെയും കഠിനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കഠിനപ്പെടാനുള്ള കാരണം നീണ്ട വർഷം ഇസ്രായേൽ മക്കളോട് ചെയ്ത അതെല്ലാം അനുഭവിച്ചേ പോകാൻ പറ്റുകയുള്ളൂ. എനിക്കിന്ന് ഒരു ദൂത് പറയാനുണ്ട്. അല്ലയോ സഹോദര, അല്ലയോ പ്രിയപ്പെട്ടവരെ, അല്ലെ ലോകമേ, ഒരു കാര്യം ഓർത്തുകൊള്ളുക. നാം ഈ ഭൂമിയിൽ ആരെയൊക്കെ ചതിച്ചിട്ടുണ്ടോ, ആരെയൊക്കെ വഞ്ചിച്ചിട്ടുണ്ടോ, ആരെയൊക്കെ ദ്രോഹിച്ചിട്ടുണ്ടോ, ചിലപ്പം ഒരുപാട് വേദനകൾ മറ്റുള്ളവർക്ക് വരുത്തിയിട്ടുണ്ടോ, നമ്മുടെ കാശിൻ്റെയോ നമ്മുടെ കഴിവിൻ്റെയോ മിടുക്കുകൊണ്ട് നമ്മൾ രക്ഷപ്പെടാമെന്ന് വിചാരിക്കരുത്. നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അതിൻ്റെ 10 ഇരട്ടി നാം അനുഭവിച്ചിട്ട് ഈ ലോകത്തിൽ നിന്നും മാറുകയുള്ളൂ എന്നുള്ള ഒരു ചെറിയ സന്ദേശം കേൾവിക്കാരെ ഒത്തിരി പേരുണ്ട്, നിങ്ങൾക്കൊന്ന് ഗ്രഹിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. ചോദിക്കട്ടെ, നമ്മുടെ വീട്ടിനകത്ത് 2 തവളയുണ്ടെങ്കിൽ എന്തെല്ലാം വിമിഷ്ടങ്ങൾ, എന്തെല്ലാം പ്രയാസങ്ങളാണ് ഉള്ളത്. എവിടെ നോക്കിയാലും തവള, എവിടെ നോക്കിയാലും തവള, രക്ഷയില്ലാതായി. തവള കയറി അവർ ദേഹത്ത് കയറുന്നു, അടുപ്പിനകത്ത് കയറുന്നു, അവർ അസ്വസ്ഥരായി മാറ്റപ്പെട്ടു. 8:14 പറയുന്നത്, മോശ യഹോവയോട് പ്രാർത്ഥിച്ചു. മോശയുടെ പ്രാർത്ഥന പ്രകാരം യഹോവ ചെയ്തു. അവിടെ പറയുന്നത്, പറമ്പുകളിലും ഗ്രഹങ്ങളിലും മുറ്റങ്ങളിലും തവള ചത്തുപോയി. അവർ അതിനെ കൂമ്പാരമായി കൂട്ടി ദേശത്തെ നാറുകയും ചെയ്തു. നോക്കിക്കോണം. എന്നിട്ടും ഈ അത്ഭുതങ്ങളൊക്കെ കണ്ടിട്ടും ഇവർ സേവിക്കുന്ന ഈ ദൈവങ്ങളുടെ മേൽ അവരെ കൊണ്ട് തന്നെ ന്യായം വിധിക്കുമ്പോൾ, എന്നാൽ ഫറവോൻ വിചാരിച്ചാൽ മതി ഇനിയും പുറകെ ഒത്തിരി ഇതുപോലെ ബാധ വരുമെന്ന് വിചാരിച്ചിട്ട് വിട്ടയക്കാമായിരുന്നെങ്കിലും അവൻ്റെ ഹൃദയം കഠിനപ്പെട്ടു. ദൈവത്തിൻ്റെ പദ്ധതി 10 ന്യായവിധി അവർക്ക് വേണ്ടി ക്രമീകരിച്ച് വെച്ചിരിക്കുകയാണ്. കാരണം അവർ ഇസ്രായേലിനോട് കാണിച്ച, ദൈവജനത്തോട് കാണിച്ചതിനെല്ലാം ദൈവം ഈ ഭൂമിയിൽ വെച്ച ഒരു ന്യായവിധി ഉണ്ടെന്ന് അവർ മനസ്സിലാക്കാൻ വേണ്ടി. സമയത്തിൻ്റെ കുറവുണ്ട്, ഞാൻ തൽക്കാലം ഇവിടെ ക്ലാസ് നിർത്തുന്നു. തുടരാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥിക്കുക. ഞാൻ എന്നും പറയുന്നൊരു കാര്യമാണ്, ഞാൻ ഭാരതത്തിൻ്റെ പ്രാർത്ഥിക്കുന്നൊരു ദൈവദാസനാണ്. ഒരു വലിയ ആത്മീയ ഉണർവുണ്ടാകട്ടെ. ഇന്ന് നടക്കുന്നതായ ഈ കൊലപാതകങ്ങളെ ചിന്തിപ്പാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഓർക്കുമ്പോൾ മനസ്സ് വേദനപ്പെടുന്നെങ്കിലും ഭാരതത്തിന് പ്രാർത്ഥിക്കുക. ഒരു ആത്മീയ ഉണർവുണ്ടാകട്ടെ. നിങ്ങൾ അംഗമാകുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.